നമസ്കാരം. നിയന്ത്രണ രേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ മാവോയിസ്റ്റ് സാന്നിധ്യവും പ്രവർത്തനവും ഒരു നിർണായക ഘട്ടത്തെ നേരിടുകയാണ്. കേരളത്തിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് പോലീസ് പറയുന്ന രൂപേഷും ഷൈനയും അറസ്റ്റിലായി. മാവോയിസ്റ്റുകളെ താത്വികാചാര്യൻ എന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന മുരളി കണ്ണമ്പിളിയും പ്രധാന പ്രവർത്തകരും പിടിയിലായി. കേരളത്തിൽ സജീവ ചർച്ചയായിരുന്ന മാവോയിസ്റ്റ് സാന്നിധ്യവും ഭീഷണിയും അവസാനിച്ചോ? ഇന്ന് നിയന്ത്രണരേഖ ചർച്ച ചെയ്യുന്ന ചോദ്യം ഇതാണ്: ഈ മാവോയിസ്റ്റുകളെ കേരളം എന്തിനു പേടിക്കണം? ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ പി ജെ മാനുവൽ, പോരാട്ടം സംസ്ഥാന കൺവീനർ, ഒപ്പം ടൈംസ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ബ്യൂറോ ചീഫ് ശ്രീ എം പി പ്രശാന്ത്, ശ്രീ എം അബ്ദുൽ ഹമീദ് റിട്ടയർഡ് SP, ശ്രീ കെ വേണു സാമൂഹ്യ നിരീക്ഷകൻ, ഒപ്പം കണ്ണൂരിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തക CV ജസീലയും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. പ്രേക്ഷകരും ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ മാനുവൽ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണെന്ന് നമുക്കറിയാം. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളവരെയൊക്കെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഭരണകൂടം അവകാശപ്പെടുന്ന സമയമാണിത്. കേരളത്തിലെ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ ഏത് ഘട്ടത്തെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്? രസകരമായ ചോദ്യത്തിൽ തന്നെ വന്നത് നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ എല്ലാ ഇതിൽ നിന്നും വിട്ടുകൊണ്ട് 100 കോടി രൂപയും 4 വർഷ ശിക്ഷയിൽ നിന്നും വിട്ടുകൊണ്ട് കോടതി വിധിയായ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഞാനത് ഓർമ്മപ്പെടുത്തിയാണ്. അപ്പോൾ ഈ ഒരു വിഷയം, മാവോയിസം എന്നുള്ള പറയുന്നൊരു വിഷയം, ഏതാണ്ട് 20 വർഷക്കാലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും താഴേക്കിടയിൽ കിടന്നിരുന്ന ഒരു രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച ഒരു ആശയശാസ്ത്രമാണ്. ഈ ആശയശാസ്ത്രത്തിൻ്റെ പ്രയോഗം നിലനിൽക്കുന്ന ഒരു വസ്തുനിഷ്ഠ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയാണ് അതുണ്ടാവുന്നത്. ഇവിടെ നിലനിൽക്കുന്ന CPM ഒരു ബദലാവുന്നില്ല. തീർച്ചയായിട്ടും സാമൂഹികമായി മുന്നോട്ട് നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭൂപരിഷ്കരണമൊക്കെ നടന്ന നാടുവാഴിത്ത ചൂഷണത്തിന് നാടുവാഴിത്ത ചൂഷണം തീരെ അറ്റുപോയി എന്നല്ല, കുറവുള്ള ഒരു മേഖലയിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ടാവും. പക്ഷേ മാത്രമല്ല, ഒരു മധ്യവർഗ ബോധമുള്ള വീക്ഷണമുള്ള ഒരു സമൂഹത്തെ മുന്നിലേക്കാണ് വളരെ കൃത്യമായ ഒരു അർബൻ രീതിയിലുള്ള സമരമുറകൾ കൊണ്ട്, നമുക്കറിയാം ഇവിടെ നടന്ന സമരമുറകൾ KFCക്കെതിരാവട്ടെ, നീറ്റ ജലറ്റിനെതിരാവട്ടെ, അതുപോലെ തന്നെ NHAI പോലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എതിരാവട്ടെ ഉണ്ടായിരുന്ന സമരങ്ങൾ വളരെ കൃത്യമായി ഇത്തരം ഒരു മധ്യവർഗ ബോധമുള്ള ഒരു ജനതയുടെ തെറ്റായിട്ടൊരു ആശയത്തെ, ഇപ്പം 38 വർഷമായി നടന്ന നീറ്റ ജലാറ്റിൻ്റെ സമരത്തെ എങ്ങനെയാണ് രണോത്സുകമായ ഒരു സമരമായിട്ട് മാറ്റുക? ഈ മാവോയിസ്റ്റുകൾ അർഹിക്കുന്ന സമീപനം എന്താണ്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ സമീപനമാണ്, നിയമത്തിൻ്റെ സമീപനമല്ല. നമ്മുടെ ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകൊണ്ട് മാത്രമേ ഈ മാവോയിസ്റ്റ് പ്രശ്നത്തെ നമുക്ക് നേടാനാവും. അതിനൊരിക്കലും സൈനികമായ പരിഹാരം ഇല്ല. സൈനികമായ പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ മാവോയിസ്റ്റ് പ്രശ്നം എത്രയോ മുമ്പ് പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. അപ്പോൾ കേരളത്തിൽ അങ്ങനെ സാധ്യമല്ല എന്ന് പറയുന്നത് കൂടുതൽ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ അതല്ല കേരളത്തിൽ നടക്കുന്നത്. നമുക്കറിയാം, ജനാധിപത്യവൽക്കരിക്കുന്നതിന് പകരം കൂടുതൽ സൈനികവൽക്കരിക്കുകയാണ്. പോലീസിന് കൂടുതൽ അധികാരം കൊടുക്കുക. ഇപ്പം ഒരു ഉദാഹരണം പറയാം. രമേശ് ചെന്നിത്തല പറയുന്നത് വയനാട്ടിലെ പ്രശ്നങ്ങൾ, ഇപ്പോൾ കുടിവെള്ള പ്രശ്നം, വൈദ്യുതി പ്രശ്നം, ഇതൊക്കെ നോക്കാൻ ഒരു DYSP ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ DYSPയുടെ പോലീസിൻ്റെ ജോലി, നമുക്ക് ട്രൈബൽ അഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ആദിവാസി വകുപ്പുണ്ട്, അതിൽ മന്ത്രിയുണ്ട്. ഇതിനെയൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോലീസിന് അമിതമായ അധികാരം കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ ഒരിക്കലും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഇടയിൽ ലഭ്യമായ ജനാധിപത്യത്തിൻ്റെ വേദികൾ ഒരുപാട് പ്രശ്നങ്ങൾ ജനാധിപത്യത്തിന്, പക്ഷെ അതിന് ബദലാണോ മാവോയിസം എന്ന് അഭിപ്രായം എനിക്കില്ല. ശ്രീ ഹമീദ്, ഇവിടെ പോലീസിന് എന്താണ് കാര്യം? മാവോയിസ്റ്റുകൾ, ഭരണകൂടവും മാവോയിസ്റ്റുകളും സമൂഹവും തമ്മിലുള്ള സങ്കീർണമായൊരു സംവാദം നടന്നു എന്നോ അല്ലെങ്കിൽ നടക്കും എന്നോ വിചാരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലീസിന് എന്താണ് ചെയ്യാനുള്ളത്? പോലീസിനകത്ത് കാഴ്ചക്കാരൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഘട്ടമാണ് വന്നിരിക്കുന്നത്. കാരണം സർക്കാരിന് ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സമരങ്ങൾ ചെയ്യുമ്പോൾ ആശയപ്രചാരണത്തിന് നമ്മൾ എതിരല്ല, സർക്കാർ എതിരല്ല. പക്ഷേ അക്രമത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാരിന് കൈയും കെട്ടി നിൽക്കാനൊക്കില്ല. ഇപ്പോൾ നമ്മൾ 1960കളിൽ ഈ പ്രസ്ഥാനം ആദ്യം തുടങ്ങിയ നക്സലൈറ്റ് പ്രസ്ഥാനമായിട്ടാണ്, വേണുവിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഈ മാവോയിസമായിട്ട് വരുമ്പോൾ അക്രമത്തിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ പോലീസ് ഇടപെടുന്നത്. ഒരു സംശയം ചോദിക്കട്ടെ, എല്ലാവരും ഇപ്പോൾ പൊതുവെ ഉയർത്തുന്ന ചർച്ചയാണ്, എന്താണ് ഇവർ ചെയ്ത കുറ്റം? കുറ്റവും തെറ്റും ഒന്ന് തന്നെയാണോ? അല്ല, ഇവർ ചെയ്യുന്ന കുറ്റം എന്ന് വെച്ചാൽ അവർ ആശയം പ്രചരിപ്പിച്ചോട്ടെ, പക്ഷെ അക്രമത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യുമെന്നുള്ള അക്രമത്തിന്റെ പേരിലാണോ ഇവരെല്ലാം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്?
അത് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഏതിൻ്റെ പേരിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാവോയിസ്റ്റ് ആകുന്നത് ഒരു ഒഫൻസ് ആണ് എന്ന് സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അൺലോഫുൾ ആക്ടിവിറ്റീസ് നടത്തിയതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി അത് അവസാനിച്ചു, പോലീസ് നടപടിയോടുകൂടി അത് അവസാനിച്ചു എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇപ്പോൾ ഇവിടെ പല ചർച്ചകളും ചൂണ്ടിക്കാണിച്ച പോലെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഒട്ടേറെ ദൗർബല്യങ്ങൾ, ഒട്ടേറെ അധികാര ദുർവിനിയോഗങ്ങൾ, അഴിമതി, കെടുകാര്യസ്ഥ, ഇതുകൊണ്ടൊക്കെ ജനം വീർപ്പുമുട്ടുന്നൊരു അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ സ്വാഭാവികമായിട്ടും തീവ്രവാദപരമായ ആശയങ്ങൾക്ക് ഒരു പിന്തുണ ലഭിക്കുക സ്വാഭാവികമാണ്. നേരിട്ടുള്ള പിന്തുണ അല്ലെങ്കിലും ജനങ്ങളൊക്കെ പുറത്തുനിന്ന് പറയും അവർ ചെയ്യണം നല്ല കാര്യമാണ്, അങ്ങനെയുള്ളൊരു കുറച്ച് പേരുണ്ടായി വരട്ടെ. എന്നോട് പലരും പറയാറുണ്ട്, നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന പോലത്തെ കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യമാണെന്ന് എന്നോട് നേരിട്ട് പറയുന്ന ആളുകളുണ്ട്. കാരണം ഒരു നിയന്ത്രണവും ഇല്ല ആ രീതിയിൽ കൊണ്ടുവരായ്മ. അന്ന് ഈ ഭീകരപ്രവർത്തനമാണ് എന്നുണ്ടെങ്കിൽ തന്നെ ആ ഭീകരപ്രവർത്തനത്തെ ഈ പറഞ്ഞ വർഗ്ഗശത്രുക്കൾ എന്ന് പറയുന്നവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് വലിയ കൊണ്ടുവരായ്മകൾ ചെയ്യാൻ മടിച്ചിരുന്നു. അതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അത് ശരി തന്നെയാണ്. പക്ഷേ അതൊരു സാമൂഹ്യ പ്രസ്ഥാനമായി അതിന് മാറാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും കേരളം പോലൊരു സമൂഹങ്ങളിൽ ഇപ്പോൾ ഈ അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ട മുരളി ഒക്കെ എൻ്റെ വലങ്കയായി പ്രവർത്തിക്കുന്ന ആളാണ്. 91 ഞങ്ങളിതും പിരിയുമ്പോൾ ഞാൻ ജനാധിപത്യത്തിൻ്റെ മാർഗ്ഗത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനോട് വിയോജിച്ചുകൊണ്ട് പഴയ നിലപാട് തുടർന്നതാണ്. അതിനുശേഷം ഇപ്പോൾ 24 വർഷമായി. 24 വർഷം മുരളി പോലുള്ള ഒരാൾ ഇവിടെ ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതൊരു വലിയ ചോദ്യമാണത്. കേരളം പോലൊരു സമൂഹത്തിൽ ഒരു സാമൂഹ്യ അടിസ്ഥാനം 24 കൊല്ലം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞങ്ങളൊക്കെ മൊത്തത്തിൽ സജീവമായി പ്രവർത്തിച്ചതിന് 20 കൊല്ലത്തിൽ താഴെ ആണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെ അതിൽ തന്നെ നിലനിർത്തുന്ന ഒരു വിശ്വാസം അതുണ്ട്. അത് പക്ഷേ ഈ പറയുന്ന പ്രത്യയശാസ്ത്രപരമായ ഒരു തരം വിശ്വാസങ്ങൾ മതപരമായ വിശ്വാസമായി മാറുന്നു എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കമ്മ്യൂണിസത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസങ്ങൾ വിശ്വാസമായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മാനുവൽ പറയുണ്ടായി ചൈനയുടെ കാര്യം. ചൈനയുടെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. അതാണ് അതിനുവേണ്ടിയാണ് 6 കോടിയോളം ജനങ്ങൾ കൊല ചെയ്യപ്പെടാനിടയായ വലിയൊരു ജനകീയ യുദ്ധമാണ് ചൈനയിൽ നടന്നത്. ഇന്നെന്താണ് ലോകത്തിലെ ഏറ്റവും അധികം തൊഴിൽ അവകാശങ്ങൾ പോലും ഇല്ലാതെ 10 മണിക്കൂറും 12 മണിക്കൂറും പണിയെടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു വലിയ തൊഴിലാളി വർഗ്ഗമുള്ള സമൂഹമാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള നിയമം കേരളത്തിലുള്ള ട്രേഡ് യൂണിയൻ അല്ല ഇന്ത്യയിലുള്ള ട്രേഡ് യൂണിയൻ അവകാശങ്ങളുടെ ഒരു ചെറിയ അംശം പോലും ഇന്ന് ചൈനയിലെ തൊഴിലാളി വർഗ്ഗത്തിന് ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. 20 വർഷം മാവോയുടെ കാലത്ത് മാവോയിസം കൊണ്ട് ഉഴുതുമറിച്ച കാര്യമാണ് പറഞ്ഞു. ഇന്നത്തെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ബൂർഷാസികൾ വളരുന്നത്. ആരാണ് UG-യിൽ? മുരളിയല്ല UG-യിൽ. മുരളി ഓടി നടന്ന് അദ്ദേഹം ആശയപരമായി ആഗോള തലത്തിൽ പോലും ആശയപരമായിട്ടുള്ള പ്രതിവിപ്ലവകാരികളോടും തിരുത്തൽവാദികളോടും അദ്ദേഹം സമരം ചെയ്യുകയും ഒരു ഭരണകൂടത്തോട് ഏറ്റവും ശത്രുതാപരമായി സൈനികവൽക്കപ്പെട്ട ഭരണകൂടത്തിൻ്റെ എതിരെ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്ന നിലയ്ക്കാണ് അദ്ദേഹം കരുതലോടെയത്. പക്ഷേ ഈ പറയുന്ന ആളുകൾ ബഹുജന ലൈനൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് UG-യിലാണ്. ഇപ്പോൾ വേണു UG-യിലാണ് വാസ്തവത്തിൽ. എങ്ങനെ UG-യിൽ? ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട UG-യിലാണ്. ഇവരെന്ത് ചെയ്യുന്നു? സമൂഹത്തിൽ എന്ത് ഇടപെടൽ നടത്തുന്നു? ഇനി ഇപ്പോഴും ജനാധിപത്യം പറഞ്ഞിരിക്കാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹം ചോദിച്ചത് മുരളി എന്ത് ചെയ്തു എന്നാണ്. താങ്കൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. അതാണ് ചോദ്യം. ഉന്നയിക്കുന്ന ആശയങ്ങൾക്കോ ചോദ്യങ്ങൾക്കോ അല്ല വ്യക്തിത്വക്കുറവ്, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രബലമായിരിക്കുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ ആധിപത്യ സമൂഹം എന്ന് പറയുന്നത് ഒരു മൂലധന കൊള്ളയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാണ്. അതിനോട് ഏറ്റുമുട്ടുന്ന ചുരുക്കം വന്നൊരു സംഭവമാണ്. തീർച്ചയായും അതൊക്കെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ എന്ത് സ്വാധീനം ഉണ്ടാക്കിയെന്നുള്ള നേരിട്ടുള്ളൊരു ചോദ്യമേ ഉള്ളൂ. അത് ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നതിന് ഉത്തരവാദിത്വം ആർക്കാണ്? അതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, ഇതൊരു വളരെ ഉയർന്നൊരു രാഷ്ട്രീയത്തിൻ്റെ ആത്മത്യാഗത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. ഇത് ഉൾക്കൊള്ളുന്ന ഒരു പൊതുവീക്ഷണമായിട്ട് ഇന്ന് സമൂഹം ഉൾക്കൊണ്ടിട്ടില്ല. ഇന്നും അത് മാവോയിസം എന്ന് പറയുന്നത് തങ്ങൾക്കെതിരെ എന്തോ ആണ്, ആയുധം ധരിച്ചു വന്ന് തങ്ങൾക്കെതിരെയുള്ള എന്തോ സാമൂഹ്യ വിരുദ്ധർ ചെയ്യുന്നൊരു സംഭവമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ ദണ്ഡകാരണ്യത്തിലേക്ക് അന്ന് കൊണ്ടപ്പള്ളിയുടെയൊക്കെ കാലത്ത് പോയത് 8 സഖാക്കളാണ്. ഇന്ന് 200 ചില്ലുവാനം റവന്യൂ ജില്ലകളിൽ ലക്ഷങ്ങളെ അവർക്ക് സംഘടിപ്പിക്കാനാണ്. പ്രത്യേകിച്ച് 40% സ്ത്രീകളാണ് അതിനകത്തുള്ളത്. ചെറിയ കാര്യമല്ല അത്. CV ജസീല കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ജസീല, കേരളത്തിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനം അർഹിക്കുന്ന സമീപനം എന്താണെന്നാണ് ജസീലയുടെ നിരീക്ഷണം? കേരളത്തിലെ ഇന്ന് പലതരത്തിലുള്ള സമരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മാവോയിസ്റ്റുകളുടെ സംഭാവന ഇതിനകത്ത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിരീക്ഷണമാണെങ്കിലും എല്ലാ രീതിയിലും ഒരു സർവൈലൻസ് കൂട്ടുകയും അത് വരുന്നത് ആദിവാസി കോളനികളിലാണ് പ്രധാനമായിട്ടും. ഇതാണ് ഇതിനകത്തെ കേന്ദ്ര പ്രശ്നം. അപ്പോൾ ആദിവാസികളും അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തിൽ ഓരത്ത് നിൽക്കുന്ന ആളുകളും അവരുടേതായിട്ടുള്ള സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റിൻ്റെ സർവൈലൻസ് വരുന്നത്.
പുതിയ സമരങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ മാവോയിസ്റ്റ് സമരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റിനെ ഇതിനെ അടിച്ചമർത്താനുള്ള ഒരു ഉപകരണമാവുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് കേരളത്തിലെ രാഷ്ട്രീയ പരിസരത്തോട് ചെയ്തിട്ടുള്ള സംഭാവന എന്ന് പറയാവുന്നത്. സ്ത്രീകളുടേതായിട്ടുള്ള സമരങ്ങളുണ്ട്, പരിസ്ഥിതി സമരങ്ങളുണ്ട്, ആദിവാസികളുടെ സമരങ്ങളുണ്ട്, തൊഴിൽ സമരങ്ങളുണ്ട്. ഇതൊക്കെ തന്നെയും അദൃശ്യവൽക്കരിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ ഇവിടെ ഒന്നും സമരം നടക്കുന്നില്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുകയും മാവോയിസ്റ്റുകൾക്ക് സത്യത്തിൽ കടന്നു വരാനുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ കേരളത്തിൽ നടന്ന സമരങ്ങൾ, മാവോയിസ്റ്റ് സമരങ്ങൾ എന്ന പേരിൽ നടന്ന സമരങ്ങളൊന്നും യഥാർത്ഥ മാവോയിസ്റ്റ് ആക്രമണങ്ങളല്ല. കാരണം ഈ ആക്രമണം നടത്താൻ മാവോയിസ്റ്റുകൾ വേണ്ട എന്നുള്ളതാണ്. അപ്പം ഒരു ഹോട്ടൽ അടിച്ചു പൊളിക്കാൻ അല്ലെങ്കിൽ ഒരു JCB കത്തിക്കാൻ മാവോയിസ്റ്റുകൾ വേണ്ട. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറ്റും. വാസ്തവത്തിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണിത്. ഇത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന പോലുള്ള ഒരു ആക്രമണം ഇവിടെ നടന്നാൽ ഇവിടെയുള്ള ഇപ്പോൾ അവർ നേടിയ മേൽക്കൈ, അതായത് പ്രചരണ രംഗത്തിൽ നേടിയ മേൽക്കൈ, അത് അവസാനിക്കും. ഇനി പ്രചരണ സമരം തന്നെ ഇനിയും കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ ഈ മാവോയിസ്റ്റ് ഈ പ്രസ്ഥാനം കേരളത്തിൽ ഇപ്പോഴുള്ള വലിയൊരു പ്രതിസന്ധി, ഇതുവരെ അവർ സമരങ്ങൾ നടത്തി ഒരു 10, 9, 10 ആക്ഷൻസ് എന്ന് പറയുന്നത്, ആക്ഷൻസ് എന്ന് പറയാൻ പറ്റില്ല, അതൊന്ന് ചാൻസ് എൻകൗണ്ടറാണ്, പോലീസായിട്ടുള്ള വെടിവെപ്പാണ്, അതും ആക്ഷനായിട്ടാണ് അവർ കൂട്ടിയത്. അവരുടെ ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ഒരു ലേഖിൽ 10 ഇതും കൂട്ടിയിട്ടുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും 10 തികക്കുക എന്ന രീതിയിലായിരുന്നു തോന്നുന്നു. പക്ഷേ ഇതിൽ നിന്ന് എങ്ങോട്ട് പോകും, ഇതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകും? ഇന്ന് മാവോയിസ്റ്റുകൾ അത്ര കുഴപ്പക്കാരല്ല എന്ന ധാരണയുണ്ട്. പക്ഷേ ഈ ധാരണ ഇനി അധികകാലം മാവോയിസ്റ്റുകൾ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിൽ ഒരു വലിയൊരു ആക്ഷൻ നടക്കുക, ഒരു കാഷ്വാലിറ്റി, മരണം ഉണ്ടാവുക, അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ തന്നെ തിരിച്ചും പറയും. ഇപ്പോൾ നേരത്തെ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലത്തെ പോലീസിൻ്റെ അതിക്രമം കൊണ്ടല്ല ഇത് അടിച്ചമർത്തപ്പെട്ടത്. അടിയന്തരാവസ്ഥ കാലത്ത് വലിയ ഇതുണ്ടായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് അതിന് ശേഷമാണ് പ്രസ്ഥാനം മുഴുവൻ വളർന്നു വന്നത്. അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളാക്കപ്പെട്ട് കോടതികളിൽ വരാതെ ഇറങ്ങി നടന്ന കാലഘട്ടത്തിൽ പോലീസ് നിഷ്ക്രിയാവുക ചെയ്തത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല 80കളിൽ. ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന വിഷയം ഈ സമരങ്ങൾ, അതായത് എന്നിട്ടത് ജനകീയ സമരങ്ങളിലേക്ക് വരിക, വലിയ പ്രചരണ ജാഥകൾ, വലിയ ജനകീയ സമരങ്ങൾ ഉണ്ടാക്കാനുള്ള, ആയിരക്കണക്കിന് പേരൊക്കെ പങ്കെടുക്കുന്ന ജനകീയ സമരങ്ങൾ ഉണ്ടാക്കാനുള്ള മത്സരങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു വിഭാഗം പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് പോവുകയാണ് ഇനി വേണ്ടതെന്ന് പറയാൻ തുടങ്ങിയിരുന്നു. ഇത്തരം അതായത് സമരരൂപങ്ങളുടെ കാര്യത്തിൽ തന്നെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കേരളത്തിലത് പ്രശ്നമാണ്. ഇപ്പോഴും ഇപ്പം പറഞ്ഞ പോലെ വലിയൊരു ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം അടിച്ചമർത്തപ്പെടും. അപ്പോൾ ആ രീതി പോകാൻ അത് ജനങ്ങളുടെ പിന്തുണ കിട്ടുകയില്ല. അപ്പോൾ മാവോയിസ്റ്റ് സമര രീതികൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒരു ജനകീയ യുദ്ധത്തിൻ്റെ സായുധ സമരത്തിൻ്റെ ഇതാണത്. അതിന് പാർലമെൻ്ററി ജനാധിപത്യം അതിവിപുലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ചലനാത്മകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ പോലുള്ളൊരു സമൂഹത്തിൽ ബുദ്ധിമുട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണി എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി തെറ്റാണ്. ഇത്തരം സംഘടനകൾ എന്ന് പറയുന്നത് ജനപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ വായായിട്ടാണ് ജനങ്ങൾ ജനപക്ഷത്ത് നിൽക്കാൻ ജനാധിപത്യം തടസ്സമാണോ? ജനാധിപത്യം തടസ്സമാണോ എന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ചില കാര്യങ്ങളിൽ ജനാധിപത്യം എന്ന് പറയുന്നത് സോഫ്റ്റ് പോളിസി സ്വീകരിക്കും, ചില കാര്യങ്ങളിൽ ജനാധിപത്യം വളരെ ഹാർഡായിട്ട് പോളിസി സ്വീകരിക്കുന്നു. ഇന്ത്യയിൽ പോലുള്ള ഒരു രാജ്യത്ത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു വിപ്ലവമായിട്ടാണ് ഇവർ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വേണു സാറൊക്കെ ഇപ്പോൾ ഈ രീതിയിലേക്ക് വന്നിരിക്കുന്നത്. നീറ്റ ജലാറ്റിൻ്റെ അവസാന സമരം അടിച്ച് തകർത്തത് മാവോയിസ്റ്റുകളുണ്ടായിട്ടാണോ? അപ്പോൾ നിലനിൽക്കുന്ന മൂലധനത്തെ സംരക്ഷിക്കാനായിട്ട് ആ ന്യൂനപക്ഷം വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സർവം സജ്ജമായിട്ടുള്ള അടിമുടി ആയുധമണിഞ്ഞിട്ടുള്ള ഭരണകൂടം എതിർ നിൽക്കുന്നു. ഇതിനെയാണ് നിങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അഹിംസാ സിദ്ധാന്തം ലോകം എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ബദലായി വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമായി മാവോയിസത്തെ കാണാൻ കഴിയില്ല. ഈ രാജ്യത്ത് സമാധാനം കൊടുക്കാൻ കഴിയില്ല. MLA ആ ഒരു ഇതിലേക്ക് മത്സരിച്ച് ആണല്ലോ. അപ്പൊ പുള്ളിക്ക് തന്നെ ധാരണയുണ്ട് ഇല്ലേ? അപ്പൊ ജനാധിപത്യമാണ് ഏറ്റവും വലുത്. ആകെ കൂടി നമുക്കൊരു വോട്ട് ചെയ്യാനുള്ള അവകാശം മാത്രമല്ല, നമുക്ക് അതിനപ്പുറം എന്ത് ജനാധിപത്യമുള്ളത് ഇവിടെ? അതാണ് നമ്മൾ ആദ്യം വിശദീകരിക്കേണ്ടത്. എന്താണ് നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യം? ഇവിടെ ഓരോ നിമിഷവും ഓരോ ജാതിപരമായിട്ടും വർഗ്ഗപരമായിട്ടും ലിംഗപരമായിട്ടും ഓരോ ദിവസവും നമ്മൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും അടിച്ചമർത്തുന്നു. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ട് ഇവിടെ മാവോയിസം കേരളത്തിന് അനുയോജ്യമല്ലെന്ന്.
നമ്മുടെ ഇവിടെ എന്താ പ്രത്യേകത ഉള്ളത്? എല്ലാ നിലക്കുള്ള സാമ്പത്തികവും നാടുവാഴ്ത്ത രീതിയിലുള്ള അല്ലെങ്കിൽ പുരുഷാധിപത്യമായ ചൂഷണങ്ങളും അടിച്ചമർത്തൽ അനുഭവിക്കുന്ന ഒരു കേരളമല്ല ഇത്. ആദിക്കുടം സമരം എന്ന് പറയുന്ന ഒരു ജനകീയ സമരമാണ്. ഞങ്ങൾക്ക് അതിൽ പങ്കാളികളാണ്. ഞങ്ങൾക്കൊരു സായുധ വിപ്ലവത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ജനകീയ സമരവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു മാവോയിസ്റ്റ് സമരമാക്കി തീർത്ത് ഇതിനെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഈ ബഹിരാഷ്ട്ര കുത്തകൾ ശ്രമിക്കുന്നത്. ഈ മാവോയിസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പം ഈ പോലീസും ഈ ഭരണകൂടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനങ്ങളെ പണാധിപത്യത്തിന് കീഴിലാക്കുന്ന ഏറ്റവും വലിയ നഗ്നമായ സത്യമാണ് നീറ്റ ജലാറ്റിക് കമ്പനി. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആയുധോ അല്ലെങ്കിൽ അവർ ഒളിച്ചു പോകേണ്ട കാര്യമില്ല. ജനങ്ങളുടെ മുന്നിലേക്ക് വരണം. മാവോയിസ്റ്റുകളെ എങ്ങനെ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം? നമ്മൾ പല സമരങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇവിടെ നദികളുടെ മലിനീകരണത്തിനെതിരെ, അതുപോലെ തന്നെ നല്ല ഉദാഹരണം എറണാകുളത്ത് തന്നെ നടന്നിട്ടുള്ള ടോൾ സമരത്തിനെതിരെയൊക്കെ നമ്മൾ ജനകീയമായിട്ട് ഒരു പ്രതിരോധം ഉണ്ടാക്കി. ആയുധങ്ങളില്ലാതെ ഒരു പ്രതിരോധം, നമ്മൾ ആശയങ്ങൾ കൊണ്ട് ഒരു നിലം ഉഴുതിട്ട് ആളുകളെ സമരസജ്ജരാക്കുക. മാവോയിസ്റ്റുകൾ ആയുധം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ ആരാണ് ആദ്യം ആയുധം ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി ചർച്ച ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാമ്രാജ്യത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു ദാസ്യപ്പണി ചെയ്യുന്ന ഈ രാജ്യത്ത് മാവോയിസം അല്ല, അതിനേക്കാൾ വലിയ വിപ്ലവം, സായുധ പോരാട്ടം നടക്കും ഭാവിയിൽ എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ മാവോയിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിൽ വലിയ ഒരു ആയുധം വന്നിടിക്കുന്നത് പോലെയുള്ള ശക്തിയാണ് ഇവിടെ പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. പറയുന്ന വാക്കിന് അത്രയും ശക്തി നമ്മളെ പഠിപ്പിച്ചു ഉണ്ടെന്നാണ്. അത് അവരുടെ ഒരു പിന്നെ ആ പ്രവർത്തനത്തിന്റെ ശൈലിയാണ്. ഈ ഒരു ചെറിയ സമരം ചെയ്താൽ അവരൊക്കെ മാവോയിസ്റ്റുകളാക്കി ചിത്രീകരിക്കുക. എന്താണ് ഈ മാവോയിസ്റ്റായിട്ട് ആരും ജനിക്കുന്നില്ല. ഭരണകൂടത്തിന്റെ ഭീകരത കൊണ്ട് പലരും അതിനെ എതിർക്കുമ്പോൾ അവരെ മാവോയിസ്റ്റായിട്ട് ചിത്രീകരിക്കുന്നു. അതൊരു ചോദ്യമാണ് ശ്രീ കെ വേണു. നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നാണ് എന്താണ് ബിനായക് സെന്നിന് സംഭവിച്ചതെന്നൊക്കെ വലിയ ഉച്ചത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൽ തന്നെ മാവോയിസ്റ്റുകളുടെ അനുകൂലിച്ചു. ഇന്ന് ഞാൻ കേൾക്കുന്ന വാർത്ത ഫോൺ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അവരോട് സംസാരിച്ചവർ, അവർ സഹായം തേടിയവർ. ഇത് ഏത് തരത്തിലുള്ള കുറ്റത്തെയാണ് നിങ്ങൾ നേരിടുന്നതെന്ന് പറയാൻ കഴിയാത്ത ഭരണകൂടത്തിന്, ഇത്രയും അധികം അനീതികൾ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്ന ഭരണകൂടത്തിന് മാവോയിസമാണ് വലിയ ഭീഷണി എന്ന് പറയുകയും അതിനൊപ്പം കൈയുയർത്താൻ നമ്മൾ നിന്ന് കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒട്ടുമില്ല, തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ അവർ പറയുന്നൊരു ന്യായമുണ്ട്. ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, വേറെ അനവധി കൊലപാതകങ്ങളോട് നടക്കുന്നു, മാവോയിസ്റ്റുകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മാത്രം ഉപയോഗിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടത്തുന്ന കൊലപാതകങ്ങളും മാവോയിസ്റ്റുകൾ നടത്തുന്ന അക്രമവും തമ്മിലുള്ള വ്യത്യാസം, മാവോയിസ്റ്റുകൾ ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇവിടുത്തെ ഭരണകൂടത്തെയും ഭരണഘടനയെയും എല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അക്രമം നടത്തുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതിന് ഈ എല്ലാ ഭരണവർഗ്ഗങ്ങളും അവരെ ഭയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ജനാധിപത്യത്തിൻ്റെ സവിശേഷത ജനങ്ങൾക്ക് ഭരണാധികാരികളെ ചോദ്യം ചെയ്യാൻ, അവരെ മാറ്റാനുള്ള അവസരം നൽകുന്നു എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊന്നും തന്നെ അങ്ങനെയുള്ളൊരു സന്ദർഭമില്ല. അതുകൊണ്ട് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നവർ ദുഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചുരുങ്ങിയ സമയം ഇവിടുത്തെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ടല്ല ഓരോ സമരങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഉണ്ടാകേണ്ടത് എന്താണ്? പൂർണ്ണ നിശബ്ദതയാണോ? നിങ്ങൾ മിണ്ടാതിരുന്നോളൂ, നിങ്ങളുടെ രീതികൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാവുന്ന സാമൂഹ്യ അവസ്ഥയാണോ കേരളത്തിലടക്കമുള്ളത്? ശരിക്കും ഇത്തരം എല്ലാ പ്രശ്നങ്ങളോടും ജനകീയമായി പ്രതികരിക്കുന്ന, ഓരോ പ്രശ്നത്തെയും ചോദ്യം ചെയ്യുന്ന, ഭരണകൂട സംവിധാനത്തിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന ജനാധിപത്യപരമായ സമരരീതികൾ ഉയർന്നു വരിക എന്നുള്ളത് മാത്രമാണ് ഇതിന് പരിഹാരമാർഗം. ആ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് ജനങ്ങൾ മാറി നിൽക്കുന്നു, കാഴ്ചക്കാരായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ജസീലയോടുള്ള അവസാനത്തെ ചോദ്യവും അതാണ്. ജസീല നേരത്തെ പറഞ്ഞത് മാവോയിസ്റ്റുകൾ ഈ രീതിയിൽ വന്ന് ഇടപെടുമ്പോൾ നിലവിൽ തന്നെ നടന്നുകൊണ്ടിരുന്ന സമരങ്ങളും പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതും എല്ലാം ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നുവെന്നാണ്. മാവോയിസ്റ്റുകൾ വന്നില്ലായിരുന്നെങ്കിലോ അതിനെന്ത് മാറ്റം ഉണ്ടാകുമായിരുന്നു? മാവോയിസ്റ്റുകൾ ഇവിടെ വന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയെ അത് ശക്തിപ്പെടുത്തുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കല്യാൺ സിൽക്സിന്റെ മുന്നിൽ നടന്നിട്ടുള്ള ഇരിക്കൽ സമരം, അതൊക്കെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിക്കളയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെയും അങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങളും പുതിയ പുതിയ സമരങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ മാവോയിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ തോക്കെടുത്ത് വെടിവെച്ചിട്ടോ അല്ലെങ്കിൽ ഈ വ്യവസ്ഥയെ മറിച്ചിടാം എന്നുള്ള വ്യാമോഹം നടത്തി, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആക്ച്വൽ സ്റ്റേറ്റും മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ സ്റ്റേറ്റുമാണ്. ഇതിന് ഏത് വേണമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഔദാര്യം കാത്തു നിൽക്കുക, എപ്പോഴെങ്കിലും ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് നോക്കി നിൽക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്നാണ്
ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാകാനെങ്കിലും കഴിയുന്നത്. എന്നിട്ട് എന്താണ് ചെയ്തത്? നമ്മുടെ സ്റ്റേറ്റും പോലീസും ഒക്കെ എന്താണ് ചെയ്തത്? അവിടെ സുരക്ഷ കൂട്ടുകയാണ് ചെയ്തത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, ഭൂമി പ്രശ്നങ്ങൾ കുറച്ചുകൂടി സുതാര്യമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയല്ല, സുരക്ഷ കൂട്ടുകയാണ്. സുരക്ഷ എങ്ങനെയാണ് ഒരു സാമൂഹ്യ പ്രശ്നത്തിന് പരിഹാരമാകുക? അടിസ്ഥാന പ്രശ്നം നിയമവാഴ്ച വേണോ വേണ്ടയോ എന്നുള്ളതാണ്. നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണം നടക്കുന്ന രാജ്യം. നിയമം എന്തിനു വേണ്ടി വാഴ്ച നടത്തണം? നിയമം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ നിയമം ഉണ്ടാക്കിയത്. ജനങ്ങളാണല്ലോ നിയമം ഉണ്ടാക്കിയത്. അത് നന്മയില്ലാത്തവർക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാമല്ലോ. ഇവിടെ ഗാന്ധിജി സമരം ചെയ്തല്ലോ നിയമത്തിനെതിരായിട്ട്. ഇവിടെ ഒരു സായുധ സമരത്തിന് യാതൊരു പ്രസക്തിയില്ല എന്ന് വേണുവിൻ്റെ ആൾക്കാരും ഇവിടെ കേരള ജനതയെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതിന് പിന്നെയും അതേ രീതിയിൽ പോയിക്കൊണ്ടിരുന്നാൽ ഇവിടെ ഈ ജനത അംഗീകരിക്കില്ല. അതാണ് പ്രശ്നം. നമ്മൾ നിയമം നടത്തണോ വേണ്ടയോ? സർക്കാരിനെ എന്തിനാണ് നിങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയത്? അവർ നിയമം നടത്താനാണ് അധികാരത്തിലേറ്റത്. സുരക്ഷയും കൊടുക്കണം, സമാധാനവും കൊടുക്കണം, എല്ലാം കൊടുക്കണം എന്നുള്ളത് സർക്കാരിന്റെ ജോലിയാണ്. അതെ, അത് ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോൾ അവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെയല്ല. സമാധാന ഭംഗം വരുത്തുന്ന രീതിയിൽ ആക്രമണം നടത്തുമ്പോഴാണ് സർക്കാർ ഇടപെടുന്നത്. കേരളത്തിൽ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാവി എന്താണ്? അറസ്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് ആ ചോദ്യമെങ്കിൽ ഒരു അറസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ അറസ്റ്റ് കൊണ്ട് ഇല്ലാതാവുകയില്ല. കാരണം ഇത് മാവോയിസ്റ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് അവരുടെ അഖിലേന്ത്യാ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. അവർ ഈ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ പ്ലാന് ഷെൽവ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു അറസ്റ്റ് മുരളിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ രൂപേഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഈ പ്രസ്ഥാനം ഇല്ലാതാവുകയില്ല. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വ്യാപിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം എന്നുള്ളത് വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഒരു 1-2 ആളുകളല്ല, നമ്മുടെ ആദിവാസി മേഖലയിൽ, നമ്മുടെ നഗരപ്രദേശങ്ങളിൽ, ചില പ്രദേശങ്ങളിലെങ്കിലും ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഈ അറസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഇപ്പം നടക്കുന്ന പോലീസ് ആക്ഷൻ കൊണ്ട് ഈ പ്രസ്ഥാനം ഇല്ലാതാവുകയില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞ രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഈ പ്രശ്നം അവിടെ നിൽക്കുന്ന കാലത്തോളം മാവോയിസ്റ്റുകൾ ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസ്ഥാനം ഉണ്ടാകും. അവസാനമായി ശ്രീ മാനുവൽ, പക്ഷേ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിന് നിങ്ങൾ നിലനിൽക്കണം എന്നത് നിങ്ങൾ തന്നെയാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. അത് വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മറ്റാർക്കും ഇല്ല. ഇത് വെറും സ്വത്താധിഷ്ഠിത രാഷ്ട്രീയമായി ഓരോന്നിനെയും സ്ത്രീകളെ, മുസ്ലിങ്ങളെ, ജാതി വിഭാഗങ്ങളെ ഇങ്ങനെ വേർതിരിച്ച് നിർത്തിക്കൊണ്ട് കൂടുതൽ കൊള്ള വ്യാപകമായിക്കൊണ്ട് ഇതിൻ്റെ ചെറുത്ത് നിൽക്കുന്നതിനുള്ള ഒരു ശക്തിയായിട്ട് ജനങ്ങൾ മാറുന്നതിന് ഒരു ജനാധിപത്യവൽക്കരണ പ്രക്രിയ ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായി വരേണ്ടതുണ്ട്. അതാണ് ഈ സമരങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ വാക്കിനോട് പ്രസക്തി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പുത്തൻ ജനാധിപത്യ വിപ്ലവത്തെ പറ്റിയാണ് പറയുന്നത്. ആ ജനാധിപത്യ വിപ്ലവം 83 കോടി വരുന്ന ജനങ്ങളുടെ രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ടതാണ്. ബദൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും ബസ്തറിൽ കൊണ്ടുപോയി വെക്കുന്നതല്ല. ടിന എന്ന് പറയുന്നത് വേറെ ബദലില്ല എന്ന് പറയുന്നവരോട് ബദലുണ്ട്, ജനങ്ങളുടെ ബദലുണ്ട്. ഭൂരിപക്ഷം വരുന്നത് അതാണ് ജനാധിപത്യം. പേടിച്ചോളൂ എന്ന് ഭരണകൂടം പറയുന്നത് കേട്ട് പേടിക്കാൻ കാത്തിരിക്കുന്നവരല്ല കേരളത്തിൽ പ്രബുദ്ധരായ ചിന്തിക്കുന്ന സമൂഹം എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ പിന്തുണയ്ക്കൂ എന്ന് പറയുന്നവർക്ക് എന്തിന് എന്ന് നല്ല വ്യക്തതയോടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട്. അതുണ്ടാകുന്നതുവരെയും മാവോയിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന ആരോടും ചോദ്യങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. നിയന്ത്രണമൊക്കെ പൂർണ്ണമാകുന്നു. നമസ്കാരം.